ഹായ് ഗായ്സ്, നിങ്ങൾ ജപ്പാനിലേക്ക് വരാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണോ? ജപ്പാനിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത ഒരു 5 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരട്ടെ. അതായത് നിങ്ങൾ ഇത് ചെയ്തു കഴിഞ്ഞാൽ ഈ ജപ്പാനത്തെ ആൾക്കാർ നിങ്ങളെ കുറച്ച് വിയേർഡായിട്ട് കാണുന്ന രീതിക്കുള്ള സാധനങ്ങൾ ഞാൻ പറഞ്ഞു തരട്ടെ. ഫസ്റ്റ് തിങ് ഇസ് ദാറ്റ് ഒരിക്കലും വേസ്റ്റ് പുറത്ത് പബ്ലിക് സ്ഥലങ്ങളിൽ വേസ്റ്റ് ഡിസ്പോസ് ചെയ്തിരിക്കാൻ നോക്കുക. റോഡ് സൈഡിലൊന്നും വേസ്റ്റ് ഇടാതിരിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ബിക്കോസ് അത് ഭയങ്കര വിയേർഡായിട്ടുള്ളൊരു കാര്യമാണ്. ബിക്കോസ് നമ്മൾ അത്രത്തോളം ക്ലീൻ ആയിട്ട് കൊണ്ടുനടക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ജപ്പാനിൽ വേസ്റ്റ് മാനേജ്മെന്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ 300 മീറ്റേഴ്സ് എവേ നിങ്ങൾക്ക് കൊമ്പനികൾ കാണാൻ പറ്റും. കൊമ്പനികൾ എന്ന് പറയുമ്പോൾ കൺവീനിയൻസ് സ്റ്റോർ എന്ന് പറയുമ്പോൾ ഫാമിലി മാർട്ട്, 7-Eleven പോലത്തെ കൊമ്പനികൾ കാണാൻ പറ്റും. അപ്പോൾ പറ്റുകയാണെങ്കിൽ ആ ഒരു ഗൊമി വേസ്റ്റ് നിങ്ങൾ ആ ഒരു കൊമ്പനി പോയിട്ട് തന്നെ ഡിസ്പോസ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ പ്ലീസ് ടേക്ക് ഇറ്റ് ടു യുവർ റൂം. നെക്സ്റ്റ് കാര്യം പറയാനുള്ളത്, തുപ്പാതിരിക്കാൻ നോക്കുക. പുറത്ത് ആരും തുപ്പാതിരിക്കാൻ ശ്രമിക്കുക. അത് ഭയങ്കര വിയേർഡായിട്ടുള്ളൊരു കാര്യമാണ്. ഇവിടെ ആരും അങ്ങനെ ചെയ്ത് ഞാൻ കണ്ടിട്ടുമില്ല. അത് ഭയങ്കര മോശമായിട്ടാണ് ഇവിടെയുള്ള ആൾക്കാർ കാണുന്നത്. തുപ്പൂല. ഓക്കെ, നെക്സ്റ്റ് തിങ്, ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കി സംസാരിക്കാതിരിക്കാൻ നോക്കുക. അതായത് പബ്ലിക് പ്ലേസസിൽ വെച്ചിട്ട് ഒരു സൈനാണ് ഇവർ പറയുക. എന്ന് വെച്ചാൽ ഭയങ്കര ലൗഡ് നോയ്സിൽ സംസാരിക്കുക, ചിരിക്കുക, അതൊക്കെ ഭയങ്കര ഒരു ഡിസ്റ്റർബൻസ് ആയിട്ടാണ് ഇവർ കാണുന്നത്. ആൻഡ് നെക്സ്റ്റ് തിങ് ഇസ് ദാറ്റ്, നാലാമത്തെ കാര്യം, നിങ്ങൾ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻസ് യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ മാക്സിമം മൊബൈൽ ഫോണും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിരിക്കാൻ നോക്കുക. യൂസ് ചെയ്യുകയാണെങ്കിൽ തന്നെ നിങ്ങൾ ഹെഡ്ഫോൺസ് വെച്ചിട്ട് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ കോളും കാര്യങ്ങളൊന്നും എടുക്കാതിരിക്കാൻ നോക്കുക. പ്ലീസ് മാക്സിമം അത് സൈലൻറ്റ് മോഡിലിട്ടിട്ട് നിങ്ങൾ ആ ട്രാൻസ്പോർട്ടേഷൻസ് അല്ലെങ്കിൽ ട്രാവൽ ചെയ്യുമ്പോൾ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ട്രെയിനിലും കാര്യങ്ങളൊക്കെ പോകുമ്പോൾ അത് ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ് ജപ്പാൻകാർക്ക് യൂഷ്വലി. ആൻഡ് നെക്സ്റ്റ് കാര്യം, ഈ പൂക്കൾ, ഇലകൾ ഇതൊന്നും പറിക്കാതിരിക്കാൻ നോക്കുക. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഒരു ജപ്പാൻ കുട്ടി പോലും ഒരു പൂ പറിക്കുന്നതോ, ഇതൊന്നും ഞാൻ എവിടെയും കണ്ടിട്ടില്ല. സോ അതൊക്കെ ചെയ്യാതിരിക്കാൻ നോക്കുക. ആൻഡ് പിന്നെ ഒരു കുഞ്ഞ് ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇഫ് ഇറ്റ് ഇസ് പോസിബിൾ നിങ്ങൾ ജപ്പാൻകാരെ കാണുമ്പോഴത്തേക്കും ജസ്റ്റ് ഒന്ന് അവരെന്തെങ്കിലും ചെയ്തു തരികയാണെങ്കിൽ ഒന്ന് ഹെഡ് ഇങ്ങനെ ബോ ചെയ്ത് കൊടുക്കുക. അത് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചിരിച്ച് സംസാരിക്കാൻ ശ്രമിക്കുക. ഒരു ഗുഡ് മോർണിംഗ് മെസ്സേജസ് ഒക്കെ കൊടുക്കുക. ഗുഡ് മോർണിംഗ്, ഗുഡ് ഈവനിങ്, ഗുഡ് ആഫ്റ്റർനൂൺ എന്നൊക്കെ പറയാൻ ശ്രമിക്കുക. അത് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുറച്ചുകൂടെ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരോടൊക്കെ സംസാരിക്കാനൊക്കെ ശ്രമിക്കുക. സോ ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ആൻഡ് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യാതിരിക്കുക.